ആരും പ്രതീക്ഷിക്കാതെ 2008 IPL സീസണിൽ, അതായത് IPLന്റെ ഇനാഗറൽ സീസണിൽ വന്ന് കപ്പടിച്ചിട്ട് പോയ ടീം. മലയാളി താരം ക്യാപ്റ്റനായിട്ടുള്ള ടീം ഇറ്റ്സ് നൺ അതർ ദാൻ രാജസ്ഥാൻ റോയൽസ്. 2022 നടന്ന IPLൽ ഫൈനലിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഹർദിക് പാണ്ഡ്യ നയിച്ച ഗുജറാത്ത് ടൈറ്റൻസ് ടീം രാജസ്ഥാനെ ഫൈനലിൽ മുട്ടുകുത്തിച്ചു. പിന്നീട് 2023 ഒരു എബോവ് ആവറേജ് സ്ക്വാഡ് രാജസ്ഥാൻ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് പ്ലേ ഓഫിൽ പോലും കടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്ന രാജസ്ഥാൻ്റെ ടീം അനാലിസിസ് ആണ്. രാജസ്ഥാൻ 2024 IPLിലേക്കായിട്ട് മിനി ഓപ്ഷനിലൂടെ 5 താരങ്ങളെയാണ് ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 5 താരങ്ങളിൽ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട 2 താരങ്ങളാണ് റോമാൻ പവലിൻ്റെയും അതോടൊപ്പം തന്നെ നാൻഡ്രെ ബാർഗറിൻ്റെയും. സോ നമുക്ക് ടീമിൻ്റെ സ്ട്രെങ്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. രാജസ്ഥാൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ തന്നെയാണ്. അത് ആദ്യം പറയേണ്ട പേര് ജയ്സ്വാളിൻ്റെ തന്നെയാണ്. അക്രോസ് ഓൾ ഫോർമാറ്റിലും പ്രഷറില്ലാതെ ബാറ്റ് വീശാൻ സാധിക്കുന്ന ഒരു താരം ടീമിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അങ്ങനെ ഒരു താരമാണ് ജയ്സ്വാൾ എന്ന് പറയുന്നത്. അതുമല്ല, അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഫോമിൻ്റെ പീക്ക് ലെവലാണ് നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ IPL സീസൺ, അതായത് 2023 IPLിൽ ടോപ്പ് 5 റൺ ഗെറ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഒരു താരമാണ് ജയ്സ്വാൾ. 625 റണ്ണ്, 163.16 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശാൻ കഴിഞ്ഞ സീസണിൽ ജയ്സ്വാളിന് സാധിച്ചിരുന്നു. സോ രാജസ്ഥാൻ സൈഡിലെ ഏറ്റവും വലിയ പവർഫുൾ വെപ്പൺ തന്നെയാണ് ബാറ്റിംഗ് സൈഡിൽ ജയ്സ്വാൾ എന്ന് പറയുന്നത്. അടുത്തായിട്ട് പറയേണ്ടത് ബട്ട്ലറിനെ കുറിച്ചാണ്. ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ ബട്ട്ലറിനൊപ്പമായിരിക്കും ജയ്സ്വാൾ ബാറ്റ് വീശാൻ പോകുന്നത്. കഴിഞ്ഞ IPL സീസൺ അത്ര മനോഹരമായിരുന്നില്ല ബട്ട്ലറിന്. ആൾ ഫോം ഔട്ട് ആയിരുന്നു. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ട്രാക്ക് മാറ്റിപ്പിടിക്കാൻ കഴിയുന്ന ഒരു താരമാണ്. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു ഓപ്പണർ കൂടിയാണ് ബട്ട്ലർ എന്ന് പറയുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് നടന്ന വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള സീരീസിൽ വലിയ കുഴപ്പമില്ലാതെ ബാറ്റ് വീശാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരു കംബാക്ക് നടത്താൻ താരം അവിടെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിന് ഉത്തമ തെളിവാണ് വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ആ ഒരു മത്സരത്തിലെ പ്രകടനം എന്ന് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് എതിർ ടീമിന് ഭയങ്കര ഒരു തലവേദന തന്നെയായിരിക്കും. അതായത് ബട്ട്ലർ ജയ്സ്വാൾ ഓപ്പണിംഗ് കൂട്ടുകെട്ട്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മലയാളി താരമായിട്ടുള്ള ക്യാപ്റ്റനായിട്ടുള്ള സഞ്ജു സാംസണാണ്. 2 ഓപ്പണർമാരും അഗ്രസീവായിട്ട് കളിക്കുന്ന താരങ്ങളായതുകൊണ്ട് തന്നെ സഞ്ജുവിനെ പോലൊരു വൺ ഡൗൺ ബാറ്റ്സ്മാൻ അവിടെ അനിവാര്യം തന്നെയാണ്. പോരാത്തതിന് സ്വന്തം കാര്യം നോക്കാതെ ടീമിന് എന്താണോ ആ ഒരു സമയത്ത് ആവശ്യം അത് ചെയ്യാൻ സഞ്ജു പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഔട്ട് ആവാറുമുണ്ട്, അത് ഒരു പരിധിവരെ വർക്കൗട്ട് ആവാറുമുണ്ട്. പിന്നെ സഞ്ജുവിനെ സംബന്ധിച്ച് വരാൻ പോകുന്ന IPL സീസൺ എന്ന് പറയുന്നത് വളരെയധികം നിർണായകമാണ്. വരാൻ പോകുന്ന T20 വേൾഡ് കപ്പിലേക്ക് അദ്ദേഹത്തിനെ സെലക്ട് ചെയ്യപ്പെടണമെങ്കിൽ ഒരു മികച്ച പെർഫോമൻസ് ഈ ഒരു IPL സീസൺ ത്രൂ ഔട്ട് സഞ്ജു കാഴ്ചവെക്കേണ്ടതുണ്ട്. അടുത്ത രാജസ്ഥാൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഉള്ള സൈഡ് എന്ന് പറയുന്നത് അവരുടെ സ്പിൻ അറ്റാക്കാണ്. അശ്വിൻ, ചഹൽ, സാംബ. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത 3 താരങ്ങളാണ് ഇവരെ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് സാംബയിൽ നിന്ന് തന്നെ തുടങ്ങാം. സാംബയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ODI വേൾഡ് കപ്പിൽ ഭയങ്കര ഒരു കിടിലം പെർഫോമൻസ് തന്നെയായിരുന്നു. അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. അങ്ങനെ ഒരു പെർഫോമൻസ് ആയിരുന്നു സാംബയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതായത് ആ ഒരു പെർഫോമൻസിലൂടെ ഇന്ത്യൻ കണ്ടീഷനിൽ തനിക്ക് ബോളിംഗ് ചെയ്യുന്നതിൽ വലിയ കുഴപ്പമില്ലാന്ന് തെളിയിക്കുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്നിരുന്നാലും ചഹലിനൊരു ബാക്കപ്പായിട്ടായിരിക്കും ഉറപ്പായിട്ടും അവിടെ സാംബയെ വെച്ചിരിക്കുന്നത്. ഇനി ചഹലിലേക്ക് നമുക്ക് വന്നു കഴിയുമ്പോൾ അറിയാം, രാജസ്ഥാൻ്റെ മികച്ചൊരു ലെഗ് സ്പിന്നറാണ് അദ്ദേഹം. നിലവിൽ ഇന്ത്യൻ ടീം കോൺട്രാക്റ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് താരത്തിന്. അപ്പോൾ ഈ ഒരു IPL സീസൺ ചഹലിനും വളരെയധികം നിർണായകമാണ്. ടീമിലേക്ക് എന്ത് കാണിച്ചും തിരിച്ചു വരാൻ സാധിക്കുന്ന ഒരു പെർഫോമൻസ് ചഹലിന് ഈ ഒരു IPL സീസൺ ത്രൂ ഔട്ട് നടത്തേണ്ടതുണ്ട്. സോ അങ്ങനെ ഒരു പ്രകടനം ചഹലിൻ്റെ ഭാഗത്ത് നിന്ന് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ച് റൺസ് വഴങ്ങുമെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ വിക്കറ്റ് ഇടാൻ സാധിക്കുമെന്നതാണ് ചഹലിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അശ്വിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പറയേണ്ടത് മൈൻഡ് ഗെയിം ഇത്രത്തോളം നന്നായിട്ട് കളിക്കുന്ന ഒരു താരത്തിനെ ഞാൻ വേറെ ക്രിക്കറ്റിൽ കണ്ടിട്ടില്ല, എസ്പെഷ്യലി ഇൻ ബോളിംഗ് സൈഡ്. കാരണം എതിർ ടീമിലെ പ്ലെയറിൻ്റെ വീക്ക് പോയിന്റ് കറക്റ്റായിട്ട് ആ ഒരു ഗെയിമിലൂടെ കണ്ടെത്തി അനലൈസ് ചെയ്ത് അതിനെ ബ്രേക്ക് ചെയ്ത് വിക്കറ്റ് എങ്ങനെ നേടാൻ സാധിക്കുമെന്ന് പലതവണ തെളിയിച്ചിട്ടുള്ളൊരു താരമാണ് അശ്വിൻ. അങ്ങനൊരു പ്ലെയർ അവിടെ നിൽക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചും കോച്ചിനെ സംബന്ധിച്ചും പ്ലെയേഴ്സിനെ സംബന്ധിച്ചും വലിയൊരു കോൺഫിഡൻസ് അദ്ദേഹം നൽകുന്നുണ്ട്. പിന്നെ പോരാത്തതിന് ബാറ്റിംഗ് സൈഡിൽ ക്രൂഷ്യലായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്താൻ പലപ്പോഴും അശ്വിന് സാധിക്കുന്നുണ്ട്. അതൊരു കണക്കിന് രാജസ്ഥാനെ വലിയൊരു സേഫ് സോണിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത, മീൻസ് ഇൻ ദ സെൻസ് ഓഫ് കോൺഫിഡൻസ്, ഒരു സേഫ് സോണിലേക്ക് കൊണ്ടുപോകാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. എന്തായാലും 11-ൽ ഉണ്ടാവാൻ സാധ്യതയുള്ള 2 താരങ്ങൾ തന്നെയാണ് ഉറപ്പായിട്ടും അശ്വിനും ചഹലും എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയേണ്ടത് ധ്രുവ് കുറിച്ചാണ്. ധ്രുവ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് സീരീസിൽ കഴിഞ്ഞ മാച്ചിൽ മികച്ചൊരു പെർഫോമൻസ് തന്നെയായിരുന്നു താരം നടത്തിയിട്ടുണ്ടായിരുന്നത്. പെർഫോമൻസ് വൈസ് വളരെയധികം സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒരു പ്ലെയറാണ് ധ്രുവ്. പ്രഷർ ഇല്ലാതെ വളരെ കോൺഫിഡൻസോടുകൂടി തന്നെ ഏത് കണ്ടീഷനിലും ബാറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു IPL സീസൺ ത്രൂ ഔട്ട് മികച്ച പെർഫോമൻസ് ആണ് ധ്രുവ് കാഴ്ചവെക്കാൻ സാധിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇന്ത്യൻ T20 ടീമിലേക്കുള്ള കോള് അത്ര വിദൂരതയിലല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്തായിട്ട് അവരുടെ വീക്ക്നെസ് അല്ലെങ്കിൽ അല്പം ഷെയ്ക്കി ആയിട്ട് തോന്നുന്ന അവരുടെ മിഡിൽ ഓർഡറാണ്. മിഡിൽ ഓർഡറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ നമുക്കിത് ഫീൽ ചെയ്തിരുന്നു, കഴിഞ്ഞ മുമ്പത്തെ സീസണിൽ നമുക്കിത് ഫീൽ ചെയ്തിരുന്നു.
അപ്പോൾ ഈ ഒരു മിഡിൽ ഓർഡറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറയേണ്ട പേര് ഹെഡ്മയറിനെയാണ്. ഹെഡ്മയറിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അദ്ദേഹം നിലവിൽ അല്പം ഔട്ട് ഓഫ് ഫോം ആണ്. അത് രാജസ്ഥാന് വലിയൊരു തലവേദന ആവാനുള്ള സാധ്യതകളുണ്ട്. ഇനി റിയാൻ പരാഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റിയാൻ പരാഗ് ഡൊമസ്റ്റിക് ലീഗുകളിൽ വൻ അടികൾ കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും IPL വരുമ്പോൾ രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ട് ബാറ്റിംഗ് സൈഡിൽ കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ താരത്തിന് നൽകാൻ സാധിച്ചിട്ടില്ല. അത് ഒരു പരിധി വരെ നല്ല തലവേദന രാജസ്ഥാൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു സീസൺ കൂടി മിക്കവാറും രാജസ്ഥാൻ അദ്ദേഹത്തിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് രാജസ്ഥാന് വേണ്ടി ഈ ഒരു IPL സീസണിൽ നമ്മുടെ റിയാൻ പരാഗിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ആകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അടുത്തത് മറ്റൊരു താരമായിട്ടുള്ള മറ്റൊരു ഓൾറൗണ്ടർ ആയിട്ടുള്ള ഡൊണോവൻ ഫെരേറയാണ്. ഡൊണോവൻ ഫെരേറയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ T20 പെർഫോമൻസിൽ ബാറ്റിംഗ് സൈഡിലാണെങ്കിലും ബോളിംഗ് സൈഡിലാണെങ്കിലും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ത്യൻ കണ്ടീഷൻസിലേക്ക് വന്ന് അദ്ദേഹത്തിന് റിതം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. അടുത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ റോമാൻ പവലാണ്. ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടർ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബോളിംഗ് സൈഡിൽ കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അദ്ദേഹം കൊടുക്കുന്നില്ല. എന്നിരുന്നാലും 1 to 2 ഓവേഴ്സ് അദ്ദേഹത്തിന് ബോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പ്ലസ് പോയിന്റാണ്. എത്രത്തോളം ആയിരിക്കും അദ്ദേഹത്തിൻ്റെ രാജസ്ഥാനിലെ പെർഫോമൻസ് എന്ന് ഞാൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം രാജസ്ഥാൻ മിനി ഓപ്ഷനിൽ ഏറ്റവും തുക കൊടുത്ത് മേടിച്ചൊരു താരമാണ് റോമാൻ പവൽ. ഓൾറെഡി കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ ഇതുപോലെ മേടിച്ചൊരു താരമായിരുന്നു നമ്മുടെ ഹോൾഡർ. പക്ഷേ കാര്യമായിട്ടുള്ള പെർഫോമൻസ് അവർക്ക് വേണ്ടി നൽകിയിട്ടുണ്ടായിരുന്നില്ല. ബാറ്റിംഗ് സൈഡിൽ യാതൊരു രീതിയിലുള്ള കോൺട്രിബ്യൂഷനും അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ സീസണിൽ റോമാൻ പവൽ എന്ന പവർ ഹിറ്ററിനെ എത്രത്തോളം മിഡിൽ ഓർഡറിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ രാജസ്ഥാന് വേണ്ടി ആവുമെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ബാറ്റിംഗ് സൈഡിലെ ഈ സീസണിലെ സൈനിങ്ങിലെ മറ്റൊരു താരമാണ് ടോം കോഹ്ലർ കാഡ്മോർ. ഇദ്ദേഹത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പുറത്ത് മികച്ച രീതിയിൽ T20 കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിടിലൻ ബാറ്റ്സ്മാനാണ്. പുറത്തെ എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ വൈറലായിട്ടുണ്ട്. നല്ല കിടിലൻ ഹിറ്റുകളൊക്കെ സമ്മാനിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ കണ്ടീഷൻ അഡാപ്റ്റ് ചെയ്ത് എങ്ങനെ കളിക്കുമെന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എനിക്ക് തോന്നുന്നു കൂടുതലും അദ്ദേഹത്തിന് ഒരു ബട്ട്ലർ ബാക്കപ്പ് പ്ലെയർ ആയിട്ടായിരിക്കും വെക്കുക. അതായത് ബട്ട്ലർക്ക് കളിക്കാൻ സാധിക്കാത്ത സാഹചര്യമോ അല്ലെങ്കിൽ അദ്ദേഹം ഔട്ട് ഓഫ് ഫോം ആയാലും മാത്രം പരീക്ഷിക്കാൻ സാധ്യതയുള്ള പ്ലെയർ ആയിട്ടാണ് ടോം കോഹ്ലർ കാഡ്മോറിനെ അവിടെ എടുത്തു വെച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി രാജസ്ഥാൻ്റെ പേസ് ബോളിംഗ് യൂണിറ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം പറയേണ്ട പേര് ബോൾട്ടിൻ്റെത് തന്നെയാണ്. ബോൾട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പവർ പ്ലേയിൽ മികച്ച രീതിയിൽ റണ്ണൊഴുക്ക് തടയാനും അതോടൊപ്പം തന്നെ ക്രൂഷ്യൽ വിക്കറ്റുകൾ എടുക്കാനും സാധിക്കുന്ന ഒരു വേരിയേഷൻ ഒരുപാടുള്ള ഒരു ബോളറാണ് ബോൾട്ട്. അതൊരു പരിധിവരെ രാജസ്ഥാൻ്റെ കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ബോൾട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനെ വിശ്വസിക്കാൻ പറ്റുന്ന മറ്റൊരു ബോളർ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും സന്ദീപ് ശർമ്മ തന്നെയായിരിക്കും. കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്കോണമിയിൽ ബോൾ ചെയ്യാനും അതോടൊപ്പം തന്നെ ഞാൻ ബോൾട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ക്രൂഷ്യൽ വിക്കറ്റുകൾ എടുക്കാനും അതോടൊപ്പം തന്നെ ഡെത്ത് ഓവറിൽ പരീക്ഷിക്കാനും പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് സന്ദീപ് ശർമ്മ എന്ന് പറയുന്നത്. നമ്മൾ സൈനി, പ്രസീദ് കൃഷ്ണ എന്നിവരിലേക്ക് വന്നു കഴിയുമ്പോൾ രണ്ടുപേരും അല്പം എക്സ്പെൻസീവ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് രാജസ്ഥാന് നല്ല തലവേദന ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പ്രസീദിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇന്ത്യക്ക് വേണ്ടി കളിച്ച മാച്ചിൽ ഭയങ്കര രീതിയിലുള്ള എക്സ്പെൻസീവ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു താരം. അതിൽ നിന്ന് എത്രത്തോളം മാറ്റം വരുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. പക്ഷേ എനിക്ക് തോന്നുന്നു കുൽദീപ് സെന്നിന് കുറച്ചുകൂടി ടാലൻറ്റഡ് ഒരു പ്ലെയർ ആണെന്ന് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ഗ്രൂം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സെറ്റ് ആവാൻ സാധ്യതയുണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയാണ് കൂട്ടത്തിലെ കൊമ്പൻ്റെ വരവ്. മറ്റാരുമല്ല ആവേശ് ഖാൻ. ആവേശ് ഖാൻ്റെ ടീമിലേക്കുള്ള വരവ് ഇപ്പോഴും മാനേജ്മെൻറ്റ് എങ്ങനെയാണ് അദ്ദേഹത്തിനെ ചൂസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. എങ്ങനെ യൂസ് ചെയ്യാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണണം. അദ്ദേഹത്തിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് ഈ ഒരു വീഡിയോയുടെ ദൈർഘ്യം കൂട്ടുന്നില്ല. ഇനിയിപ്പോൾ പറയാനുള്ള മറ്റു പേരുകളാണ് നാൻഡ്രെ ബർഗറിൻ്റെ. നാൻഡ്രെ ബർഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നാൻഡ്രെ ബർഗർ ഇന്ത്യക്ക് പുറത്ത് മികച്ച രീതിയിൽ കളിക്കുന്നുണ്ടെങ്കിലും ഒരു മികച്ച ലെഫ്റ്റ് ഹാൻഡ് പേസറാണെന്ന് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ കണ്ടീഷനിലേക്ക്, ഞാനിത് കുറേ പേരുടെ പേര് ഇന്ത്യൻ കണ്ടീഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവരെങ്ങനെ കളിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ കണ്ടീഷനിൽ വന്ന് കളിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല. അവിടെ എങ്ങനെ പ്രൂവ് ചെയ്യും എന്നുള്ളത് ഇപ്പോഴും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എനിക്ക് തോന്നുന്നു ബോൾട്ടിനൊരു ബാക്കപ്പ് ആയിട്ട് തന്നെ ആയിരിക്കണം നാൻഡ്രെ ബർഗറിനെ അവിടെ രാജസ്ഥാൻ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ പറയാനുള്ള 3 പേരുകളാണ് കുനാൽ സിംഗ് റാഥോർ, അതോടൊപ്പം തന്നെ ശുഭം ദുബെ, അതോടൊപ്പം തന്നെ നമ്മുടെ അബിദ്. ഇവർ 3 പേരും ഒരു ഗ്രൂമിങ് സ്റ്റേജിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. ഗ്രൂം ചെയ്തെടുക്കുക എന്നുള്ളൊരു ഇതായിരിക്കണം രാജസ്ഥാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇവർക്ക് 11ലേക്കുള്ള സാധ്യതകൾ വളരെയധികം കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ ഇതാണ് രാജസ്ഥാൻ്റെ ആ ഒരു സ്ക്വാഡിലെ ഒരു അനാലിസിസ് ആയിട്ട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മിക്കവാറും ഞാൻ 1-2 താരങ്ങൾ ഇപ്പോൾ വിട്ടുപോകാറുണ്ട് ചെയ്ത പല വീഡിയോയിലും. ഇതിലാരെയും വിട്ടുപോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് രാജസ്ഥാനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തി. ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട്. ബൈ. അത് വേറൊരു കാര്യം കൂടെ പറയാം. അത്യാവശ്യം പ്രോമിസിംഗ് ആയിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. മിഡിൽ ഓർഡർ മാത്രമാണ് അല്പം ഷേക്കി ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ബോളിംഗ് യൂണിറ്റിലെ കുറച്ച് പ്രശ്നങ്ങൾ ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തി. ഈ വീഡിയോ ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട്. ബൈ.